ഇന്ത്യ എന്ന രാജ്യം ദുർഗതിയിൽ നിന്നും ദുർഗതിയിലേക്ക് നീങ്ങുകയാണ്. സാമ്പത്തിക വളർച്ച കുത്തനെ ഇടിഞ്ഞു. തൊഴിലില്ലായ്മ 45 വർഷത്തെ ഏറ്റവും കൂടിയ നിലയിൽ. വിലക്കയറ്റം സാധാരണ ജനങ്ങൾക്കൊന്നും താങ്ങാവുന്ന അവസ്ഥയിലല്ല. വിദ്യാഭ്യാസ നിലവാരം വളരെ മോശം. വിദ്യാഭ്യാസമുള്ളവർക്കും യുവജനങ്ങൾക്കും ഉൾപ്പെടെ ആർക്കും തൊഴിലില്ല. ഇത്തരം അസഹനീയമായ സാഹചര്യത്തിലും മോദിയും കൂട്ടരും രാജ്യത്ത് നടത്തുന്ന മുസ്ലിം പള്ളി മാന്തൽ യോജനയാണ്. മോസ്കിന്റെ അടിയിൽ ശിവലിംഗം നോക്കിയുള്ള ഈ മാന്തൽ യോജന തുടർന്നുകൊണ്ട് പോകാനുള്ള പ്രധാന കാരണം ഈയിടെ വിരമിച്ച CJI ചന്ദ്രചൂഡാണ്. രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മതവിദ്വേഷവും വെറുപ്പും കണ്ട് സഹിക്കാനാവാതെ കരയുന്ന സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ ദുഷ്യന്ത് ദാവെയുടെ ഈ കണ്ണുനീർ ഹൃദയമുള്ളവരുടെ ചങ്ക് പൊട്ടിക്കുന്നതാണ്. രാജ്യത്തെ ജനത ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്ക് നീങ്ങുമ്പോൾ അവരുടെ ശ്രദ്ധ തിരിക്കാനുള്ള സംഘപരിവാറിന്റെ വൃത്തികെട്ട കളിയാണ് മുസ്ലിം പള്ളി മാന്തൽ യോജന. മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് തങ്ങളുടെ അധികാരത്തിന്റെ ചോര നുകരാനുള്ള ഭ്രാന്തൻ കളി. ഈ കളികൾ ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകുവാനുള്ള പ്രധാന കാരണം CJI ചന്ദ്രചൂഡിന്റെ നട്ടലില്ലായ്മയും നീതിയോടുള്ള അവഗണനയുമാണെന്ന് പറയുകയാണ് വർഷങ്ങളായി സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സീനിയർ അഭിഭാഷകൻ ദുഷ്യന്ത് ദാവെ ദ വയറിന്റെ കരൺതാപ്പറുമായുള്ള തന്റെ ഈ അഭിമുഖത്തിൽ. ഈ സംസാരത്തിനിടയിൽ രാജ്യത്തിന്റെ നശിച്ച് നാനാവശേഷമായ മതസൗഹാർദ്ദത്തെ ഓർത്ത് ചങ്കുപൊട്ടിക്കരയുന്ന അദ്ദേഹത്തിന്റെ വിലാപം മനസ്സാക്ഷിയുള്ള മനുഷ്യത്വമുള്ള ഏവരുടെയും കണ്ണുകൾ നനയിക്കുമെന്ന് ഉറപ്പാണ്. ഇവിടെ അദ്ദേഹം പറയുന്നത് കേട്ടുകൊള്ളൂ. Prohibit conversion of any place of worship as it existed on 15th August 1947. Now if there is a prohibition, where is the question of ascertaining the character? പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 നടപ്പിലാക്കാനുള്ള കാരണം ആരാധനാലയങ്ങളുടെ 1947 ഓഗസ്റ്റ് 15 സ്ഥിതി സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. നിരോധനമുണ്ടെങ്കിൽ സ്വഭാവത്തെക്കുറിച്ച് ഊന്നി പറയേണ്ട കാര്യം ഉദിക്കുന്നില്ല. I mean, are you doing an academic exercise as Supreme Court in a most sensitive, communally sensitive issue? Now, is judiciary not responsible for the deaths of these 4 innocent people in Sambhal? What are we are discussing here? People are losing their lives. The two communities are being divided permanently. And, these wounds are virtually impossible to heal. സുപ്രീം കോടതി അക്കാഡമിക് എക്സസൈസ് ആണോ നടത്തുന്നത്? വളരെ സെൻസിറ്റീവായ കമ്മ്യൂണൽ ആയ ഇഷ്യൂവിൽ സംഭലിൽ 4 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് ജുഡീഷ്യറിക്ക് ഉത്തരവാദിത്വമില്ലേ? നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. 2 കമ്മ്യൂണിറ്റികൾ പരിപൂർണമായി വിഘടിച്ചു നിൽക്കുന്നു. ഈ മുറിവുണക്കുക അസാധ്യമാണ്. Especially when the Bharatiya Janata Party is in power in these states where this is happening, be it Rajasthan or Uttar Pradesh. So I think that Chandrachud has done a great disservice to the constitution and to this country. പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന ഉത്തർപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഇത് നടക്കുന്നത്. ചന്ദ്രചൂഡ് ഭരണഘടനയോടും രാജ്യത്തോടും വലിയ അന്യായമാണ് ചെയ്തിരിക്കുന്നത്. ഇത് കേട്ട് കരൺ താപ്പർ പറയുകയാണ്, I want to get you to repeat that. Justice Chandrachud has done a great disservice to the constitution and to the people of this country. You seriously mean that? താങ്കൾ പറയുന്നത് എടുത്തു പറയണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതായത് താങ്കൾ പറയുന്നത് CJI ചന്ദ്രചൂഡ് രാജ്യത്തെ ജനങ്ങളോടും ഭരണഘടനയോടും അന്യായമാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞത് സീരിയസ് ആയ അർത്ഥത്തിലാണോ പറഞ്ഞത്? I not only mean that, but I feel. ഞാൻ അങ്ങനെയാണ് പറഞ്ഞതെന്ന് മാത്രമല്ല, അങ്ങനെയാണ് അനുഭവപ്പെടുന്നത്. Now, just imagine, we don't want this kind of a situation to go beyond. We have a lot of work to do. We have to, take care of 140 crore people. ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവാൻ പാടില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് ചെയ്യേണ്ടതായ ഒത്തിരി കാര്യങ്ങളുണ്ട്. 140 കോടി ജനങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട്. We need to create job. We need to uplift the poor from poverty. We need education. We need good health. We need peace. We need harmony. We need prosperity. All this vanish will Karan. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം. പാവപ്പെട്ടവരെ പട്ടിണിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. നല്ല വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളും വേണം. സമാധാനം വേണം. സാമുദായിക ഐക്യം വേണം. സമ്പൽ സമൃദ്ധി വേണം. പിന്നീട് പറയുമ്പോൾ അദ്ദേഹം രാജ്യത്തെ വിദ്വേഷ വിഷമോർത്ത് പൊട്ടിക്കരയുകയാണ്. I can tell you one thing. I have sleepless nights thinking about it. My wife tells me every day, why are you getting so involved? But I am involved because I am worried about my country. I am worried about my lovely. You don't know how much it is impacting me.
Just imagine how much it must be affecting those belonging to the minority community. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഇതോർത്ത് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഉള്ളത്. എന്റെ ഭാര്യ എല്ലാ ദിവസവും എന്നോട് ചോദിക്കും, എന്തുകൊണ്ടാണ് താങ്കൾ ഇതോർത്ത് ഇത്ര വേവലാതിപ്പെടുന്നത് എന്ന്. പക്ഷേ എനിക്ക് വേവലാതിപ്പെടാതിരിക്കാൻ ആവില്ല. ഞാൻ എന്റെ രാജ്യത്തെ ഓർത്ത് ആശങ്കയിലാണ്. എന്റെ രാജ്യത്തെ നല്ലവരായ ജനങ്ങളെ ഓർത്ത് വലിയ ആശങ്കയിലാണ്. താങ്കൾക്കറിയില്ല ഇത് ഇത്രമാത്രം എന്നെ ബാധിക്കുന്നുവെങ്കിൽ ഇതിന്റെ പേരിൽ ജീവിതം നരകമായ ന്യൂനപക്ഷ വിഭാഗത്തിലെ ജനങ്ങളെ അത് എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്ന് ആലോചിച്ചു നോക്കൂ. It's really sad what is happening, and I don't know why nobody in this country wants to stand up and fight this kind of nonsense. രാജ്യത്ത് ഈ നടക്കുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. ഈ വിഡ്ഢിത്തത്തിനെതിരെ എഴുന്നേറ്റ് നിന്ന് നട്ടലുയർത്തി പോരാടാൻ ഈ രാജ്യത്തെ ജനങ്ങൾ തയ്യാറാകുന്നില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നെ കാണുന്ന നിങ്ങളോടും എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്: നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? ലോകത്തിൽ ഇത്രമാത്രം അധപ്പതിച്ച ഏതെങ്കിലും ജനസമൂഹമുണ്ടോ? ഞാൻ സമ്മതിക്കുന്നു, നമ്മളിൽ ബഹുഭൂരിപക്ഷവും ഇത്തരം സ്റ്റുപ്പിഡിറ്റിക്ക് എതിരെ ആണെന്ന്. എന്നാൽ ഒരു വലിയ ശതമാനം ആളുകൾ മോദിയുടെയും കൂട്ടരുടെയും അധികാര ഭ്രാന്തിൽ നിന്നും പടച്ചുവിടുന്ന വിദ്വേഷ പ്രചാരണങ്ങളും ഫേക്ക് ന്യൂസുകളും കണ്ണുമടച്ചു വിഴുങ്ങി സമൂഹമാകെ വിഷം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള രാജ്യത്തിന് ഒരിക്കലും പുരോഗതി പ്രാപിക്കാനാവില്ല. ഇത് വെറുതെ പറയുന്നതല്ല. ഇത്തരം വിശ്വസിക്കുന്ന സമൂഹത്തിൽ വിഷം പരത്തുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ് സമയമെടുത്ത് മനസ്സിരുത്തി ചിന്തിച്ചു നോക്കുക. എങ്ങനെയാണ് വികസിത രാജ്യങ്ങൾ വികസിതമായത് എന്ന്. എല്ലാ വികസിത രാജ്യങ്ങൾക്കും കോമണായി എന്താണ് ഉള്ളതെന്ന്. മാനസിക വികാസം ഉണ്ടാകാതെ രാജ്യത്തിന് പുരോഗമിക്കാനാവില്ല. അതുകൊണ്ട് മതഭ്രാന്തും മതവിദ്വേഷവും വെടിഞ്ഞ് നന്നാകാനുള്ള ശ്രമം നടത്തണമെന്ന് അപേക്ഷിക്കുകയാണ്. ഈ മുസ്ലിം പള്ളി മാന്തൽ യോജനകളെയും കൂട്ടക്കുരുതുകളെയും ഒരിക്കലും ന്യായീകരിക്കരുത്. ഒരു ഹിന്ദുമത വിശ്വാസിയായ ഇദ്ദേഹത്തിന്റെ കണ്ണുനീരെങ്കിലും കുറച്ചെങ്കിലും ആളുകളുടെ കണ്ണു തുറപ്പിക്കുമോ?